പെങ്ങന്മാരെ സംരക്ഷിക്കുകയും പെൺമക്കളെ സംരക്ഷിക്കുകയും അവരെ വളർത്തുകയും പെൺമക്കളെ വളർത്തുകയും സഹോദരിമാരെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന അവർക്ക് നന്മ ചെയ്യുന്ന ആളിന് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാസികളായ മുഴുവൻ വലിയൊരു ശതമാനം ആളുകൾ കഷ്ടപ്പെടുന്നത് പെങ്ങളെ കെട്ടിക്കാൻ അല്ലേ? എത്ര കൊല്ലായി, 15-20 കൊല്ലായി 5 സെന്റ് വാങ്ങിച്ചിട്ടുള്ള ഉസ്താദേ, ഒന്നുമില്ല കയ്യിൽ, പക്ഷേ 4-5 പെണ്ണന്മാരുണ്ട്, ഓലൊക്കെ കെട്ടിച്ചയച്ചു അന്തസ്സിൽ ജീവിക്കുന്നു, അൽഹംദുലില്ലാ, ഒരു സമ്പാദ്യമില്ല. എത്ര ആളുകളുണ്ട് അങ്ങനെ? ഈ സദസ്സിൽ എത്ര പേരുണ്ടാവും? ചെറുപ്പക്കാരുടെ എത്ര ആളുകളുടെ ടെൻഷൻ അതാണ്, പെങ്ങൾക്കൊരു കല്യാണം വേണം, പെങ്ങൾ കല്യാണം കഴിച്ചയക്കണം. ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു, ഒരു സമ്പാദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയല്ല, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കി. പെൺമക്കളെ പോറ്റി വളർത്തുന്നവർ, ഇവരെ വളർത്തി പെൺമക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തു, അവരെ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം നല്ലൊരു നിക്കാഹ് ചെയ്തു കൊടുത്തവരെ പറഞ്ഞയച്ചു. അതുവരെ പെൺമക്കളെ നമ്മുടെ ബാധ്യതയുള്ളൂ, പിന്നെ ഭർത്താവായി. സുബ്ഹാനല്ലാഹ്. ആൺമക്കളെ പറ്റി ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഉപ്പായിട്ട് ഇരിക്കാന്നുള്ളൂ. നമ്മളെ വളർത്തിനൊന്നും വാപ്പാർക്ക് സ്വർഗം കൊടുത്തിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല അല്ലാഹു തആല. പെൺമക്കളെ വളർത്തിയാൽ കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്. ഹദീസ് പറയട്ടെ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടെങ്കിൽ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അതിനെ കേൾക്കേണ്ടത്, 3 പെൺമക്കളുണ്ടെങ്കിൽ, യുവീഹിന്ന വയർഹമുഹുന്ന വയർകുഫുലുഹുന്ന, യുവീഹിന്ന, ആ 3 പെൺകുട്ടികൾക്കും അഭയം കൊടുക്കുന്ന ഒരു വാപ്പാക്ക്, വയർഹമുഹുന്ന, അവരോട് റഹ്മത്ത് ചെയ്യുന്ന വാപ്പാക്ക്, വയകുഫുലുഹുന്ന, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്, വജബത് ലഹുൽ ജന്നതു അൽബത്ത, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാര പെണ്ണെ, നിന്റെ സഹോദരിയായ കൂട്ടുകാരിക്ക് 3ാമതൊരു പെൺകുട്ടി ജനിച്ചാൽ പിന്നെ നീ എന്തിനാ ചോദിക്കുന്നത്? 3ാമത്തതും പെണ്ണാണോ? നീയാണോ തീരുമാനിച്ചത്? നീ പെണ്ണല്ലേ, നിന്റെ ഉമ്മ പെണ്ണല്ലേ സഹോദരി? നിനക്ക് നിന്റെ കൂട്ടുകാരിക്ക് 3ാമതൊരു പെണ്ണിനെ കൊടുത്തത് ഈ മക്കളെ നോക്കിയാൽ ആ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കൊടുക്കാൻ അല്ലാഹു ലക്ഷ്യമുണ്ടെങ്കിലോ? എന്താണ് ഈ ചോദ്യമൊക്കെ? പെണ്ണ് പ്രസവിച്ചാൽ അവർക്ക് മാഷാ അല്ലാഹ്, പക്ഷെ ഒരു എണ്ണ മാഷാ അല്ലാഹ് അല്ലേ? ആൺകുട്ടി എണീച്ച പെട്ടെന്ന് പറയും, സാറേ കുട്ടി എണിച്ചിട്ടുണ്ട് കേട്ടോ, ആൺകുട്ടിയാണ്, സാറേ കുട്ടി എണിച്ചിട്ടുണ്ട്, ഇന്നലെ ഇരുന്ന് പ്രസവം, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്, അല്ല കുട്ടി കണ്ടാന്ന് വരെ പറഞ്ഞിട്ടില്ല, പെൺകുട്ടിയാണ്. ഇതൊക്കെ നമ്മുടെ മെന്റാലിറ്റിയാണ്. നമ്മൾ പ്രസവിക്കുമ്പോൾ ആദ്യത്തിന് കല്യാണം കഴിച്ചണമെന്നാ, കെട്ടിച്ചേക്കുമ്പോൾ പൊന്നു കൊടുക്കണമല്ലോ. പൊന്നു സഹോദരന്മാരെ, എന്തെവിടെ എത്തി നമ്മുടെ കൊച്ചു മക്കളോട് കൂടി നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള താക്കോല് കയ്യിൽ തരികയാണ് അല്ലാഹു. ഈ 3 മക്കളെ നീ നോക്കി വളർത്തിയാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്. 5 ആൺകുട്ടികൾ ഉണ്ടായിട്ട് സ്വർഗം തരാമെന്ന് റസൂലിന്റെ വാഗ്ദാനമില്ല. അതാണ് അത്ഭുതം. 3. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ, 2 പെൺകുട്ടികളുണ്ട് എനിക്ക്, അവരെ നോക്കി വളർത്തിയാൽ എനിക്ക് സ്വർഗമുണ്ടോ? തങ്ങൾ പറഞ്ഞു, 2 പെൺകുട്ടികളെ നോക്കി വളർത്തിയാലും അയാൾക്ക് സ്വർഗമുണ്ട്. അവർ 2 ഉണ്ടായാലും മതി, 3 ഉണ്ടായാലും മതി. സുബ്ഹാനല്ലാഹ്. സഹാബികൾ പറയാ, അവിടെ ആരും ചോദിച്ചില്ല, 1ആയാലോ നബിയെ എന്ന് ചോദിച്ചാൽ അതും മദീന തങ്ങൾ പറയുമായിരുന്നു, പക്ഷെ ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്ന് പറഞ്ഞു സഹാബി. സുബ്ഹാനല്ലാഹ്. ഫറഅൽ ഖൗമ അല്ലൗ ഖാല വാഹിദ ലഖാല വാഹിദ, ഒരു പെൺകുട്ടിയാണെങ്കിലും മതി എന്ന് നബി പറയും എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി, പക്ഷെ അവിടെ ആരും ചോദിച്ചില്ല. 2 എന്ന് പറഞ്ഞു, കൊടുത്തു നബി ഞങ്ങൾ 2നും മതി. 2 പെങ്ങന്മാരെ നോക്കിയാൽ, 2 പെൺമക്കളെ നോക്കിയാൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയല്ലേ. ഈ പെങ്ങന്മാരെന്ന് എവിടുന്ന് കിട്ടി? അടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അഹദും മിൻ ഉമ്മത്തി യഊലു
ثلاث بنات أو ثلاث أخوات എന്റെ ഉമ്മത്തുകളിൽ 3 പെൺമക്കളെയോ 3 സഹോദരിമാരെയോ ആരെങ്കിലും അവർക്ക് ചെലവ് കൊടുക്കുകയും സഹോദരിമാരെയോ ആരെങ്കിലും അവർക്ക് ചെലവ് കൊടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്താൽ, നന്മ ചെയ്തു, അവളെ കെട്ടിക്കാനുള്ള മുഴുവൻ ചെലവും ആങ്ങളുടെ വകയാണ്, ഇക്കായുടെ വകയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉൾക്കാൻ മറന്നു വരും. ആയിക്കോട്ടെ, അള്ളാഹ് നിങ്ങൾ മറക്കൂല. നിങ്ങൾ ഇത്രയും കാലം അവരെ കല്യാണം കഴിച്ചേക്കാനാണ് കഷ്ടപ്പെട്ടത്. എന്നാലും കല്യാണം കഴിഞ്ഞ് ഉഷാറായിട്ട് ജീവിക്കുകയാണ്. പിന്നെയും ചോദിക്കും, എന്റെ കാക്കാർക്ക് ഒന്നും ചെയ്തോണ്ടില്ലല്ലോ. പെണ്ണെന്നെ കെട്ടിച്ചതിന്റെ കാക്കല്ലേ, അത് മറന്നിട്ടുണ്ടാവും പെണ്ണ്. പക്ഷെ അള്ളാഹു മറക്കൂല. 3 പെങ്ങന്മാരോ 3 പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഇല്ല ഇവർ നരകത്തിൽ നിന്ന് ഇയാൾക്ക് മറയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ തരണേന്നാണ് ഭാരതയ്ക്ക് മുമ്പിനെ. അവിടെയാണ് അതിന് കഷ്ടപ്പാടുണ്ടായിരിക്കാം, അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലാത്തൊന്നും ഉറപ്പില്ല. 3 പെൺകുട്ടിയുള്ളവർ ഹനീഅൻ മബ്റൂക്ക് എന്ന് പറയണമെന്ന എങ്ങനെ സ്വർഗം ഉറപ്പ്? ഇവരെല്ലാം നോക്കി വളർത്തിയാൽ സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. അതില് യഊലുഹുന്ന വയുവീഹിന്ന വയർഹമുഹുന്ന. നമ്മൾ പെൺമക്കളെന്ന് ആലോചിക്കുമ്പോഴേക്ക് അവരെ കൊണ്ടുണ്ടാകുന്ന ചെലവുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് മുഖാകെ ഹർബാനായി നിൽക്കുകയാണ് അല്ലേ? നമ്മൾ പറയാം ഒക്കെ ചെലവാണോ, ജനിച്ചപ്പോൾ ചെലവ്, സ്വർണം വാങ്ങണോ അപ്പൊ ചെലവ്, പിന്നെ വേറൊരു ചെലവ്, പിന്നെ എന്തൊക്കെയോ കല്യാണത്തിന് മുൻപ് തന്നെ കുറെ ചെലവ്. ഈ ചെലവൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെന്ന് പറയുമ്പോൾ അങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകം ചാപ്റ്റർ തന്നെ വെച്ചിട്ടുണ്ട്. പെൺകുട്ടിയെക്കാളും ആൺകുട്ടി ജനിക്കുമ്പോൾ സ്നേഹമോ സന്തോഷമോ കൂടുതലാകുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ചെലവുകൾ വെട്ടിവെക്കല്ലേ, അതെല്ലാം ഇപ്പൊ ഇങ്ങനെ അതാഭാവം കാരണം. കല്യാണങ്ങളൊക്കെ എത്ര സിംപ്ലിഫൈ ചെയ്യണം, വെറുതെ ചെലവുണ്ടാക്കും. പെൺകുട്ടികൾക്ക് പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ ചെലവുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ചില പ്രദേശത്തൊക്കെ എവിടെയെന്ന് അറിയില്ല. യാ പടച്ചോനെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നൊരു ഭാഗം, കാനു അക്തമലി കറാമതിഹിം മിനൽ അദ്റാഇ ഫീ ഹൈദതിഹാ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന കറാമത്തുകൾ മറച്ചു വെക്കുമായിരുന്നു. എങ്ങനെ? പ്രായപൂർത്തിയായ പെണ്ണ് അവരുടെ ഹൈദ് മറച്ചു വെക്കണ പോലെ ഔലിയാക്കന്മാർ അവിടെ കറാമത്ത് വിളിച്ചു പറയൂല. അള്ളാഹു കൊടുക്കുന്ന പല അനുഭവങ്ങളും പറയൂല. എന്താണ് ആ പറഞ്ഞ ഉദാഹരണം? പ്രായപൂർത്തിയായ പെണ്ണിന്റെ പ്രായപൂർത്തിയായതിന് ഉമ്മയെ പറഞ്ഞു വരും. ഉമ്മ മാത്രം അറിഞ്ഞാൽ മതി, വല്യമ്മാനോട് പറയേണ്ടത്. സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഇത് വിളിച്ചറിച്ച് നാട്ടുകാർ മുഴുവൻ കൊണ്ടുവന്നിട്ട് ആഭരണം എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഈ കുട്ടിക്ക് ഹൈദ് ഉണ്ടായിട്ടില്ലെന്ന് പച്ചയിൽ വിളിച്ചു പറയാം. ഇത് മൂടി വെക്കണമെന്ന് പറയാൻ, നമ്മൾ ആഘോഷിക്കണമെന്ന് പറയാം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത് മൂടി വെക്കേണ്ട കാര്യമാണ്. ഇത് പുറത്തറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ കുഞ്ഞിന്റെ അഭിമാനമാണ്, ആ കുഞ്ഞിന്റെ ഇജ്ജത്താണിത്. അത് വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കണം. അപ്പോഴും വെക്കണം, ചോറ് വെച്ച് തിന്നണം. ചോറ് വെച്ച് തിന്നോ ഈ കുഞ്ഞിന്റെ ഈ വിഷയം മിണ്ടിപ്പോകരുത്. ഇത് മൂടി വെക്കേണ്ട കാര്യമാണ്. ഇത് ആഘോഷിച്ച് പരസ്യപ്പെടുത്തേണ്ട സംഗതിയാണോ? ഇത് അദറാകൾ മറച്ചു വെക്കുന്ന സൽസ്വഭാവിയായ ഒരു പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞതാ അവളുടെ ഹൈദിന്റെ അവസ്ഥ അവൾ മറച്ചു വെക്കുന്നവളാണ്. നമ്മള് പരസ്യാക്കുന്നവരാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ വരുന്നതാ കല്യാണം. അപ്പോഴും വേണം ചെലവ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെലവോട് ചെലവ്. ഇതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിന്റെ ദാനങ്ങളായ പെൺമക്കളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നരുത്. മുഅ്മിനെ കുറ്റകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവര് സ്വർഗമാണ്. നമ്മുടെ ഉമ്മ ഒരു പെണ്ണാണ്, നമ്മുടെ ഭാര്യ ഒരു പെണ്ണാണ്. ഉമ്മമാർ അവരുടെ കാലിന്റെ താഴെ സ്വർഗം എന്നല്ലേ പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മമാര് വേണ്ടേ ഇവിടെ? അവരെ സേവിച്ചുകൊണ്ട് സ്വർഗം കിട്ടണ്ടേ ഈ കുട്ടികൾക്ക്? അതിന് അല്ലാഹു നിശ്ചയിച്ച് ഒരു ഉമ്മാക്കും വാപ്പാക്കോ ഒരു ഭർത്താവിനോ ഭാര്യയ്ക്ക് പോലും ഇടപെടാൻ പറ്റാത്തതാണ് ആണോ പെണ്ണോ. ഇത് റബ്ബ് തീരുമാനിക്കുന്ന വിഷയം. ഗർഭാശയത്തിൽ ആ കുഞ്ഞ് വളർന്നു വന്നാൽ ഡോക്ടർക്ക് ജെൻഡർ പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ ഒരു
ഡോക്ടർക്കും കുഞ്ഞിനെ ആണാക്കാനോ പെണ്ണാക്കാനോ പറ്റൂല. ഇത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. റബ്ബ് യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുഖൂറ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുഖറാനൻ വ ഇനാഥ, ചിലർക്ക് ആണും കൊടുക്കും പെണ്ണും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ, ചിലർക്ക് തീരെ പ്രസവിക്കാത്തവരായി അല്ലാഹു ചിലരെ മാറ്റുകയും ചെയ്യും. ഇതൊക്കെ റബ്ബിന്റെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. സന്തോഷിക്കുക. മക്കൾ നല്ലവരായി വളരണമെന്നും അവരിൽ ഹൈറുണ്ടാവണമെന്നും അവരെ കൊണ്ട് സ്വർഗം കിട്ടണമെന്നും കൊതിച്ചിട്ട് ആ മക്കളെ സ്വീകരിക്കുക. ആണോ പെണ്ണോ ആകട്ടെ, യാ റബ്ബേ ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രയാസങ്ങളില്ലാതെ അസുഖങ്ങളില്ലാത്ത മക്കളെ തരണേ, ഇത്രയല്ലേ നമ്മൾ ചോദിക്കാവൂ? ബാക്കിയൊക്കെ അല്ലാഹുവല്ലേ തീരുമാനിക്കുന്നത്. അപ്പോ ശർഅ് പെൺകുട്ടികളുടെ ഒപ്പമാണ്. ശർഅ് അല്ലാഹു പെൺകുട്ടികളുടെ ഒപ്പമാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരുടെ ഒപ്പമാണ്. യാ അല്ലാഹ്, അതുപോലെ കഫാ ബിഹാ ഫഖറ, ഇതുപോലെ അഭിമാനമായിട്ട് സ്വല്ലു അലൻ നബി മുഹമ്മദ് വ ആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് വ ബാരിക് വ സല്ലിം അലൈഹി. ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസാണ്, സഹീഹും ഹസനുമായ ഹദീസ്. ഒരു കുഞ്ഞ് മരിച്ചാൽ സ്വർഗ്ഗം കിട്ടും. കുഞ്ഞ് മരിച്ചു, അല്ലാഹുവിന്റെ തീരുമാനം. ഇങ്ങനെ ഒരു ഉമ്മാക്ക് എന്തൊരു പ്രയാസം ഉണ്ടാവും. യാ അല്ലാഹ്, ഇത്രയും നേരം ഗർഭം ചുമന്ന് നടന്ന എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ. ആ വേദനയും വിഷമവും ഒരു ഉമ്മ അനുഭവിക്കുന്ന പോലെ വാപ്പാക്ക് അനുഭവിക്കാൻ പറ്റിപ്പോണമെന്നില്ല. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ഇദാ മാത വലദുൽ അബ്ദി, ഒരു മനുഷ്യന്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹു ലിമലായികതി, അല്ലാഹു മലക്കുകളോട് പറയും, ഒരു കുഞ്ഞ് മരിച്ചാൽ അത് ജനിച്ച കുഞ്ഞോ ജനിച്ച മാസങ്ങളായതോ പ്രായങ്ങളായതോ ആട്ടെ, കുട്ടി എന്ന് പറയുന്ന പ്രായത്തിൽ പ്രായപൂർത്തിയുടെ മുമ്പ് മരിച്ചുപോയാൽ ഖാല അല്ലാഹു ലിമലായികതി, മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചോ? എന്റെ കുഞ്ഞ്, എന്റെ ഒരു അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ? നഅം, അല്ലാഹു പിടിച്ചു, നിന്റെ തീരുമാനമായിരുന്നല്ലോ. ഖബൽതും സമറത ഫുആദിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണിലുണ്ണിയെ നിങ്ങൾ, കണ്ണിലുണ്ണിയ ഹൃദയത്തിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? അതേ റബ്ബേ, അതാണല്ലോ നീ ഞങ്ങളെ ഏൽപ്പിച്ചത്. ആ റബ്ബേ, ഏറ്റവും അത്ഭുതം ഇതൊക്കെ അല്ലാഹു അറിഞ്ഞുകൊണ്ട് മലക്കുകളോട് പിന്നെയും ചോദിക്കുകയാണ്, മറുപടി കണ്ട് പറയിപ്പിക്കാൻ. എന്റെ അടിമ എന്താണ് പറഞ്ഞത്? കുഞ്ഞ് മരിച്ചപ്പോ എന്റെ അടിമ, ആ പെണ്ണ്, ആ പുരുഷൻ, പിതാവ് മാതാവ് എന്താണ് പറഞ്ഞത്? അവർ പറയും, ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബാക്കി തന്നത് കൊണ്ടുപോയതിനും അല്ലാഹു സ്തുതി. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എന്താണ് പറഞ്ഞത്? കുട്ടി മരിച്ചോ? ഇന്നാ ലില്ലാഹി, നമ്മളൊക്കെ അല്ലാഹുള്ളതല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ നമ്മുടെ റബ്ബിനെ കാണാൻ പോണ്ടേ. എന്റെ കുഞ്ഞു പോയി, നമ്മളൊക്കെ പോവും, കുഞ്ഞു പോയി, അല്ലാഹുവിന്റെ വീട്ടിൽ ക്ഷമിച്ചു. ഇങ്ങനെ പറഞ്ഞ